ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാർബിയാണ് കേട്ടോ. ഒരു ബാർബിന് നമ്മൾ ഡ്രസ്സിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു പേപ്പറിൽ ബാർബിന് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഒരു ക്ലോത്തിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ പേപ്പർ ഈ ഒരു ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് പേപ്പറിൽ നമ്മൾ പേന വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നമുക്കത് അങ്ങനെ പതിഞ്ഞ് വരും കേട്ടോ. ഏത് പിക്ചറാണെങ്കിൽ പോലും അത് നമുക്കിങ്ങനെ കാർബൺ പേപ്പർ വെച്ച് ചെയ്യാവുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഡിസൈനും ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അത് ആദ്യം നമുക്കൊരു പേപ്പറിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എല്ലാം അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റബ്ബ് ചെയ്താണ് ശരിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാതെ ഇതുപോലെയുള്ള പിക്ചേഴ്സൊക്കെ നമുക്കിങ്ങനെ പ്രിൻ്റൊക്കെ എടുത്തിട്ട് അതും നമുക്ക് ഇതുപോലെ ഡ്രസ്സിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാർബിയുടെ വര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കളർ ചെയ്യാം. അപ്പോൾ അതിന് സ്കിൻ കളർ വേണ്ടിയിട്ട് നമ്മൾ ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. അത് ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫേസിലും അതുപോലെ നമ്മുടെ കയ്യിലും കാലിലുമാണ് ഞാൻ ഈ ഒരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ കളർ ചെയ്യാതെ നമുക്ക് നൂല് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്തെന്ത് ബഡ്സ് വെച്ച് ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ബഡ്സ് ആയിരുന്നു. ബ്രഷൊക്കെ തിരയണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബഡ്സ് വെച്ചിട്ടും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ബാർബി ഞാൻ ഒരുപാട് മുന്നൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കാലമായിട്ടോ ഇങ്ങനെ ഒരു ബാർബി ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ കിട്ടുമ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിത് ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. കളർ ഒന്ന് അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തുന്നുമ്പോഴൊക്കെ ആ ത്രെഡിലൊക്കെ നമുക്ക് ആ ഒരു കളറാവും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് തുന്നാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് അങ്ങനെ ഫ്രെയിം വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ എന്തും തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ത്രെഡ് എന്ന് വെച്ചാൽ ആങ്കർ ത്രെഡാണ്, ബ്ലാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രെയിമിലെ പോലെ തന്നെ നമ്മൾ ഔട്ട്ലൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് എടുക്കുന്നത്. നമ്മൾ എന്ത് തുന്നുകയാണെങ്കിലും ഫ്രെയിം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ തുന്നാൻ, എന്നാലേ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനായി യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ നോർമലായിട്ടുള്ള നീഡിലാണ്. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുടിയാണ് കേട്ടോ. തലേൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഹെയർ ബോം കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം മുടിയുടെ ഔട്ട്ലൈനാണ് ചെയ്യാൻ പോകുന്നത്. നോർമൽ സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ അങ്ങനെ ഇത് നമ്മുടെ മുടിയും അതുപോലെ കണ്ണും മൂക്കും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ണ് ഞാൻ അതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നോർമൽ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഔട്ട്ലൈനും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഒരുപാട് ഹെവി ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് മുടിയൊക്കെ സെറ്റാക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ അതിൻ്റെ ഒരു സ്കേർട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെറിയൊരു കട്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ ഞെറിവെടുക്കുന്നത് പോലെ ഞെറിവെടുത്ത് മടക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് ഞാൻ ഒരു സ്കേർട്ടിൻ്റെ രൂപത്തിലാക്കിയെടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ സ്കേർട്ടിൻ്റെ രീതിയിലാക്കി ആ ഒരു കൈ കൊണ്ട് നമ്മൾ ആ ഒരു പിടുത്തുണ്ടല്ലോ അത് വിടരുത് കേട്ടോ. വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഞെറിവ് പോവും. എന്നിട്ട് ബാക്കി കൈ കൊണ്ട് നമ്മൾ സാധാരണ നൂല് വെച്ചിട്ട് ഞാൻ ഈ ഒരു സൂചിമ തന്നെയാണ് കേട്ടോ സാധാരണ നൂല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ നൂല് എടുക്കാനുള്ളൊരു മടി കൊണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആ ഒരു ഇത് തുന്നി കൊടുത്ത് അവിടെ സെറ്റാക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആങ്കർ ത്രെഡിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോപ്പിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ ഈ സെയിം കളറിനെയാണ് കേട്ടോ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചൂസ് ചെയ്യാവുന്ന വേറെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ പല ടൈപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം കളർ തന്നെ വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ടായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ടോപ്പായിട്ട്. ഇനി നമുക്ക് ടോപ്പ് നമുക്ക് വേറെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി വരുത്തി ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബട്ടർഫ്ലൈ ഫ്ലദർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫുൾ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഇതുപോലെ തന്നെ നോർമലായിട്ടുള്ള തന്നെ രീതിയിൽ ഇങ്ങനെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റിൻ്റെ മുകളിലായിട്ട് പിന്നെ ബ്ലാക്ക് കൂടെ ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബാർബി ഡോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുതേ. ഇത് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബേബി ഗേളുള്ള ഉമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. ഇതുപോലുള്ളതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.